ഹലോ ഗൈസ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യണം തോന്നിയോണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഷയം വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞായിരുന്നേ, ഈ നിന്നെപ്പോലുള്ളവരൊന്നും ബ്യൂട്ടി വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കില്ല, നിനക്കൊരു 1000 സബ്സ്ക്രൈബർ പോലും ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയോ ഭാഗ്യത്തിന് ആയിട്ടോ. അതിന് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. പിന്നെ ഈ അടുത്ത് ഇന്നലെ വിളിച്ചപ്പോഴാണ്, ഇന്നലെ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ആ ഫ്രണ്ട് പറയുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല, നീ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നീ ജാസ്മിൻ ജാഫറോ അല്ലെങ്കിൽ ഐശ്വര്യ റോയോ ഒന്നും അല്ല, ഒരു നിറം ഇല്ലാത്തൊരു, അതുപോലെ തന്നെ ഭംഗിയില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് റീച്ചും കിട്ടാൻ പോകുന്നില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ പണിയൊക്കെ നിർത്തുകയാണ് നല്ലതെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ആ ഫ്രണ്ട് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ആ ഫ്രണ്ടിന് വിഷമം ഉണ്ടാകാനുള്ള വഴിയൊന്നുമില്ല, കാരണം വിഷമിച്ചത് ഞാനല്ലേ. അപ്പോൾ വേറെ ഒന്നുമല്ല, അങ്ങനെ തന്നെയാണോ നിങ്ങളെല്ലാവരും കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞാനൊരിക്കലും വെളുപ്പിനെയോ വെളുപ്പുണ്ടാവുമെന്നോ വിചാരിച്ചിട്ട് അങ്ങനത്തെ വീഡിയോസല്ല ഞാനൊരിക്കലും ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കുന്നതിനും സോഫ്റ്റ് ആക്കുന്നതിനും നമുക്ക് സ്കിന്നിലും ഹെയറിലുള്ള പ്രോബ്ലംസ് മാറുന്നതിനും അതിനൊക്കെ വിചാരിച്ചിട്ടുള്ള ഒരു ബ്യൂട്ടി വ്ളോഗാണ് ഞാൻ പൊതുവിലെ ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പലതും കേൾക്കുമ്പോൾ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് തന്നെ ചില സമയത്ത് പോകും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഈ ബ്ലാക്ക് കോംപ്ലക്സ് എന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഒരു സന്തോഷത്തിന് ഇങ്ങനെ പല വീഡിയോകളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അറിയുന്ന അത്രയും പ്രിയപ്പെട്ട വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സത്യം പറയാലോ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് നമ്മൾ ശരിക്കും ബാധിക്കും കേട്ടോ. അവർ പറഞ്ഞതിൽ കാര്യം ഉണ്ടായിരിക്കാം, അങ്ങനത്തെ കാണാനായിരിക്കാം കുറേ പേര് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ സമൂഹം മാറി, കുറേ പേരൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരും വെളുപ്പിനെ അല്ല കാണുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു ലെവലല്ല എല്ലാവരും. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് വേണം, നല്ല പണം വേണം, ഇതൊക്കെയാണ് പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ പലരും അതിനൊന്നും അല്ല കാണുന്നത്. അപ്പോൾ നമുക്ക് വേടൻ്റെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്നെപ്പോലൊരു വ്യക്തി തന്നെയാണ്, നിറം കുറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്, ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും എന്താ പറയുക 1000-ന് മേലെ സബ്സ്ക്രൈബർ ആവും എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി, പക്ഷേ ഒരു എന്താ പറയുക, ഒരു ഫോളോവേഴ്സ് അങ്ങനെ 1000-ന് മേലെ ആയിട്ടില്ല. പക്ഷേ ഇതൊരു 6 മാസത്തോണ്ട് തന്നെ, 5 മാസത്തോണ്ട് തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിനർത്ഥം കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെയാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ബ്യൂട്ടി വ്ളോഗിന് ഒരിക്കലും എന്താ പറയുക, നിറമുള്ളവരോ അല്ലെങ്കിൽ പൈസയുള്ളവരോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അങ്ങനെയൊന്നുമല്ല. നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, അതൊരു ഘടകം തന്നെയാണ്. പക്ഷേ അതില്ലെങ്കിലും കുറേയൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു നിറം ഒരു പ്രശ്നമല്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്താ പറയുക, നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും കുരുക്കൾ വരാതിരിക്കുന്നതിനും പിഗ്മെൻറ്റേഷൻ പോകുന്നതിനും എനിക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കണ്ടാലറിയാം, അത്യാവശ്യത്തിന് ഗ്ലാസി സ്കിന്ന് പോലത്തെയൊക്കെ ആയിട്ടുണ്ട്. അത് ഞാനിങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അതുപോലെ ഹെയർ ആയാലും നല്ല പോലെ ഗ്രോത്ത് വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല ഉള്ളു വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് എൻ്റെ ബ്യൂട്ടി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിനിടയ്ക്ക് കുറച്ച് റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ ഇത്ര ഉള്ള എൻ്റെ വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം, വീഡിയോസ് കാണണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.